കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ അനന്തപുരിയുടെ നഗരമധ്യത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയം. സെക്രട്ടേറിയറ്റിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുവാനുണ്ട്. 1830-ലാണ് ട്രാവൻകൂർ നായർ ബ്രിഗേഡ്സ് എന്ന പട്ടാള കമ്പനി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്. അവർ തമ്പടിച്ചിരുന്ന സ്ഥലമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ സ്റ്റേഡിയം മുതലായ ഭാഗങ്ങൾ. പുത്തൻകച്ചേരി മൈതാനം സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള പ്രധാന ഒരു തിരുവനന്തപുരത്തെ മൈതാനങ്ങളിൽ പ്രധാനമാണ്. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുഴുവൻ ഈ പട്ടാള ബാരക്സുകളായിരുന്നു ആ പ്രദേശം, സെക്രട്ടേറിയറ്റ് വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർ ടി മാധവറാവുവിൻ്റെയും വില്യം ബാർട്ടൻ്റെയും നേതൃത്വത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് കോട്ടയ്ക്കകത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് മാറ്റണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ പട്ടാള ബാരക്സിനെ മുഴുവൻ പൊളിച്ചു മാറ്റി പട്ടാള കേന്ദ്രം മുഴുവൻ ഇന്നത്തെ പാളയത്തേക്ക് മാറ്റി. പട്ടാള ബാരക്സും പട്ടാള കേന്ദ്രങ്ങളും അതിൻ്റെ ഓഫീസുകളും ഒക്കെ അവിടേക്ക് മാറ്റി. എന്നിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് പണിതതിന് മിച്ചമുള്ള സ്ഥലമാണ് അതിൻ്റെ ബാക്ക് സൈഡാണ് സ്റ്റേഡിയമായിട്ട് മാറ്റിയത്. അപ്പോൾ അന്ന് തന്നെ നമ്മളെ രേഖകളിലെ പുത്തൻകച്ചേരി മൈതാനം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ആദ്യകാലത്തൊക്കെ ഈ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയൊക്കെ കവാത്തിനും അത് കഴിഞ്ഞിട്ട് കായിക വിനോദത്തിനുമൊക്കെയാണ് ആദ്യം മുതൽ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നത്. ഏറെ കൗതുകകരമായ മറ്റൊരു വസ്തുത, സെക്രട്ടേറിയറ്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മുതൽ സ്റ്റേഡിയം വരെ ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വേൾഡ് വാർ വന്ന സമയത്ത് അന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് ഈ പ്രധാന ഓഫീസുകളിലൊക്കെ ഫയലുകളൊക്കെ സൂക്ഷിക്കാൻ തുരങ്കം വേണം. ബോംബിങ് വന്നാൽ അതിൽ നിന്ന് ബോംബ് ചെയ്താൽ അതിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്നുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു തുരങ്കം അടിയിൽ കൂടെ ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന് സ്റ്റേഡിയത്തിൻ്റെ ചുവരിലാണ് വന്നത്, അടിയിൽ കൂടെ പോവുകയല്ല. അത് അടുത്ത കാലത്താണ് അടച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് മഹാരഥന്മാർ പ്രസംഗിച്ച വേദിയായിരുന്നു പുത്തൻ കച്ചേരി മൈതാനം. പിൽക്കാലങ്ങളിൽ മതിലും വികസനങ്ങളുമായി പുത്തൻ കച്ചേരിയുടെ മുഖഛായ മാറി. തിരുവിതാംകൂറിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിന്. കാലത്തിനൊപ്പം വരുന്ന മാറ്റങ്ങൾക്ക് സാക്ഷിയായി പുത്തൻ കച്ചേരി മൈതാനം ഇനിയും ഏറെക്കാലം ഈ മണ്ണിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.